2018 മാർച്ചിൽ നടന്ന +2 ഇക്കണോമിക്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ GDP ആൻഡ് GNP ഓഫ് അൻ എക്കോണമി വിൽ ബി ഈക്വൽസ് വെൻ. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ GDPയും GNPയും ഈക്വൽ ആകുന്നത്, തുല്യമാകുന്നത് എപ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ദ വാല്യൂ ഓഫ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പോസിറ്റീവ്, ദ വാല്യൂ ഓഫ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നെഗറ്റീവ്, the value of net factor income from abroad 0, the value of net factor income from abroad equal to 1. അതായത് നമ്മുടെ വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക മൂല്യം പോസിറ്റീവ് ആയിരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കുമ്പോഴാണോ, അതുമല്ലെങ്കിൽ 0 ആയിരിക്കുമ്പോഴാണോ, അതോ അറ്റ ഘടക മൂല്യം 1 ഈക്വൽ അല്ലെങ്കിൽ 1 തുല്യമായിരിക്കുമ്പോഴാണോ GDPയും GNPയും ഈക്വൽ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ദ വാല്യൂ ഓഫ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് 0. അതായത് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക മൂല്യം 0 ആയിരിക്കുമ്പോഴാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ GDPയും GNPയും തുല്യമാകുന്നത്. ഇത് കറക്റ്റായിട്ട് നമുക്ക് അറിയണമെങ്കിൽ GDPയും GNPയും എന്താണെന്ന് അറിയണം. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ ടോട്ടൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യം, അതിനെയാണ് ആക്ച്വലി മൊത്ത ദേശീയ ഉൽപ്പന്നം, അതായത് GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യത്തെയാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അതായത് GDP എന്ന് പറയുന്നത്. കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ അകത്ത് നടക്കുന്ന ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉണ്ടാകുന്ന ടോട്ടൽ വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒരുപാട് വിദേശ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ പുറത്ത് താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലായാലും നമ്മുടെ അറേബ്യൻ കൺട്രീസിലായാലും ഒക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും GNP ആവുന്നത്. ആ വിദേശത്തു നിന്നുള്ള വരുമാനം അങ്ങ് മാറ്റി നിർത്തിയാൽ GDPയിൽ നിൽക്കും. അതായത് GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടി ചേർത്താൽ GNP ആവും. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈക്വൽ ടു GNP ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ദ GDP ആൻഡ് GNP ഓഫ് ആൻ എക്കോണമി വിൽ ബി ഈക്വൽസ്. അതായത് സമ്പദ് വ്യവസ്ഥയിൽ GDPയും GNPയും തുല്യമാകുന്നത് നമ്മുടെ വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക മൂല്യം, അതായത് ദ വാല്യൂ ഓഫ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് 0 ആകുമ്പോൾ, അതായത് അങ്ങനൊരു സാധനം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇല്ലാതെ വരുമ്പോഴാണ് ശരിക്കും GDPയും GNPയും ഈക്വൽ ആകുന്നത്. GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡാണ് ആക്ച്വലി GNP എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ GDP ഒരു 1000 റുപ്പീസാണ്, GNP 1000 റുപ്പീസാണ്. അതായത് നമുക്ക് പുറത്തു നിന്നുള്ള വിദേശ വരുമാനം വന്നില്ല, സ്റ്റോപ്പായിപ്പോയി, അല്ലെങ്കിൽ അവിടെ 0 നഷ്ടം, ഒന്നും അയച്ചില്ല, പുറത്തുള്ള വരുമാനം ഇല്ല, അങ്ങനത്തെ കണ്ടീഷനാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ GNPയും GDPയും ഈക്വൽ ആവും, 1000 റുപ്പീസ് ആവും. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത്. ആവർത്തിച്ച് ചോദിക്കുന്ന 9 ക്വസ്റ്റ്യനാണ്.